പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9 മുതൽ 10 വരെ തിരുവചന ഭാഗങ്ങൾ. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദോഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. ദിവസവും ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്ന വൃദ്ധരായ ദമ്പതികൾ ദേവാലയത്തിലേക്ക് നടന്നു വരുന്ന കാഴ്ച ഹൃദയത്തിന് എന്നും കുളിർമ നൽകുന്നതായിരുന്നു. കാഴ്ചയ്ക്ക് കുറവുള്ള ഭർത്താവിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് തട്ടി വീഴാത്ത വിധം ശ്രദ്ധയോടെ ആ ഭാര്യ ഭർത്താവിനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. സ്നേഹം ഉള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമുണ്ടാകില്ല. കാരണം ഏതൊരു ഇരുട്ടിനെയും പ്രകാശമുള്ളതാക്കി തീർക്കുവാൻ സ്നേഹത്തിന് സാധിക്കും. ഇടറി വീണുപോയ ഏതൊരു വ്യക്തിക്കും പറയാനുണ്ടാകുക സ്നേഹിക്കാനും ചേർത്ത് നിർത്തുവാനും ആരുമില്ലായിരുന്നു എന്ന സത്യമാണ്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. മനുഷ്യരിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിശപ്പ് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതിലുള്ള വിശപ്പല്ല. ആരും സ്നേഹിക്കാനില്ലാത്ത, ആരും ഓർക്കാനില്ലാത്ത, ആരും ശ്രദ്ധിക്കാനില്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശപ്പ്. ഈ വിശപ്പ് അനുഭവിക്കുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, അയൽവക്കങ്ങളിലുണ്ട്. അവരുടെ ഇരുട്ടിലും വിശപ്പിലും ഒരു താങ്ങായി പ്രകാശമായി കയറി ചെല്ലുവാനാണ് ഈശോ നമ്മളെയും വിളിക്കുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ തന്നെ ജീവിതത്തിലേറ്റ മുറിവുകളെ, നമ്മൾ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി ഈശോയ്ക്ക് കൈമാറാം. ഈശോയുടെ അനന്തമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പ്രകാശിക്കുന്നുണ്ട് എന്നോർക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.